ഷാലിമാർ ബാഗ് മണ്ഡലത്തിൽ നിന്നുള്ള MLA ആയ രേഖ ഗുപ്തയാണ് രാജ്യതലസ്ഥാനം നയിക്കാനായി എത്തുന്നത്. ആദ്യമായി MLA ആയപ്പോൾ തന്നെയാണ് 50-കാരിയായ രേഖയെ തേടി മുഖ്യമന്ത്രി സ്ഥാനവും എത്തുന്നത്. വർഷത്തിനു ശേഷം BJP ഡൽഹിയിൽ അധികാരത്തിലെത്തുമ്പോൾ മുഖ്യമന്ത്രിയായി വനിതയെ തന്നെ തെരഞ്ഞെടുത്തതിലൂടെ വ്യക്തമായ രാഷ്ട്രീയം കൂടിയാണ് BJP ലക്ഷ്യമിടുന്നത്. 2015 തന്റെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ ബന്ദനകുമാരിയോട് 10,978 വോട്ടുകൾക്ക് പരാജയപ്പെട്ട രേഖ രണ്ടാം മത്സരത്തിൽ അവരുടെ ഭൂരിപക്ഷം കുറച്ചാണ് മികവറിയിച്ചത്. പോരാട്ട വീര്യത്തോടെ ഇറങ്ങിയ രേഖ മൂന്നാം അംഗത്തിൽ ഇതേ ബന്ദനകുമാരിയെ 29,595 വോട്ടിന്റെ മികച്ച ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചു. കുട്ടിക്കാലം മുതലേ RSSൽ ചേർന്ന് പ്രവർത്തിച്ച രേഖ ഗുപ്ത 1992 ABVPയിലൂടെയാണ് രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. 2003 മുതൽ 2004 വരെ ഡൽഹി യുവമോർച്ചയുടെ സെക്രട്ടറിയും 2004 മുതൽ 2006 വരെ യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറിയുമായിരുന്നു. പിന്നീട് BJPയിൽ ചേർന്ന് പ്രവർത്തിച്ച രേഖ ഗുപ്ത 2007ലാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. ആ വർഷം നടന്ന ഡൽഹി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ നോർത്ത് പീതാംബുരയിൽ നിന്ന് അവർ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2012ലും ഇത് ആവർത്തിച്ചു. 2009 വരെ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിലെ വനിതാക്ഷേമ ശിശുവികസന സമിതിയുടെ അധ്യക്ഷയായിരുന്നു. 2022ലെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഷാലിമാർ ബാഗ് B വാർഡിൽ വിജയിച്ച രേഖ ഗുപ്തയായിരുന്നു BJPയുടെ മേയർ സ്ഥാനാർത്ഥി. അന്ന് വലിയ തർക്കങ്ങൾക്കൊടുവിൽ ആം ആദ്മി പാർട്ടിയുടെ ഷെല്ലി ഒബ്രോയ് രേഖ ഗുപ്തയെ 34 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി ഡൽഹിയുടെ ആദ്യ വനിതാ മേയറുമായി. 2010 അവർ BJPയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് അംഗമായി. മഹിളാ മോർച്ചയുടെ ദേശീയ വൈസ് പ്രസിഡന്റായ രേഖ ഗുപ്ത BJP ഡൽഹി ഘടകത്തിന്റെ ജനറൽ സെക്രട്ടറിയുമായിരുന്നു. അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പർവേഷ് വർമ്മയെ പോലും മാറ്റി നിർത്തി രേഖ ഗുപ്തയെ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി BJP തെരഞ്ഞെടുത്തത് സാമുദായിക സമവാക്യങ്ങൾ മുൻനിർത്തിയാണ്. ബനിയ വിഭാഗത്തിൽപ്പെട്ടയാളാണ് അവർ. ഡൽഹിയിൽ ശക്തമായ വോട്ടടിത്തറയുള്ള സമുദായമാണ് ബനിയ. അതിനാൽ രേഖ ഗുപ്തയുടെ മുഖ്യമന്ത്രി പദം കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിയുള്ളതാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.